ആഗോളതലത്തിൽ എണ്ണയുടെ പ്രതിസന്ധി രൂക്ഷമാവുകയാണ്. ഇസ്രയേൽ US ഇറാൻ സംഘർഷം ശമിക്കുന്നതിന്റെ ലക്ഷണങ്ങൾ ഒന്നും തന്നെ കാണുന്നതുമില്ല. ഒപ്പം ഹോർമുസ് കടലിടുക്കിൽ പ്രതിസന്ധിയും പിരിമുറുക്കവും വർദ്ധിക്കുന്നതായി തന്നെ വിലയിരുത്തപ്പെടുന്നു. ഈ അവസ്ഥയിൽ ഹോർമുസ് കടലിടുക്കിൽ കുടുങ്ങിക്കിടക്കുന്നത് ഇന്ത്യയുടെ 11 കപ്പലുകളാണ്. ഇതാകട്ടെ വലിയ ആശങ്കകൾക്കിപ്പോൾ അവിടെ വഴിവെക്കുകയാണ്. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയതന്ത്ര മികവിലൂടെ തന്നെ ഉടൻ തന്നെ അതായത് ഈ കപ്പലുകൾ ഇന്ത്യൻ തീരം തൊടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഹോർമുസ് കടലിടുക്കിന് പടിഞ്ഞാറൻ ഭാഗത്ത് ഏകദേശം 2.2 ദശലക്ഷം ടൺ എണ്ണയാകട്ടെ അതുപോലെ വാതകശേഖരം കുടുങ്ങിക്കിടക്കുന്നതായി തന്നെ മന്ത്രാലയത്തിന്റെ പ്രത്യേക സെക്രട്ടറി രാജേഷ് കുമാർ സിൻഹയാണ് ഇപ്പോൾ ഈ ഒരു വിവരം പങ്കുവച്ചിരിക്കുന്നത്. മാത്രമല്ല ഈ കപ്പലുകൾക്ക് അവിടെ സംരക്ഷണമേകാനും ഇവരെ തിരിച്ചെത്തിക്കുവാനുമായി തന്നെ ഇന്ത്യൻ നാവികസേനയെ അങ്ങോട്ടേക്ക് അയക്കുമെന്ന ചില വിവരങ്ങളടക്കം പുറത്തു വന്നിരുന്നു. കപ്പൽ ക്രൂഡ് അതേപോലെ തന്നെ LPG LNG കൊണ്ട് അവിടെ നിറഞ്ഞിരിക്കുന്ന മിഡിൽ ഈസ്റ്റിലെ യുദ്ധം കാരണം ഈ ഒരു റൂട്ട് വലിയ രീതിയിൽ തടസ്സപ്പെടുന്നതിനാൽ ഇന്ത്യൻ ത്രിവർണ പതാക അവിടെ പാറുന്ന 11 കപ്പലുകളാണ് കുടുങ്ങിക്കിടക്കുന്നത്. അവ ഗണ്യമായ ഊർജ്ജ ശേഖരം വഹിക്കുന്നു എന്നതാണ് കണക്കുകൂട്ടലുകൾ അല്ലെങ്കിൽ വൃത്തങ്ങൾ നൽകുന്ന വിവരം. ഈ കപ്പലുകളിൽ 1.67 ദശലക്ഷം ടൺ അസംസ്കൃത എണ്ണ, 0.32 ദശലക്ഷം ടൺ LPG, അതേപോലെ തന്നെ 0.2 ദശലക്ഷം വരുന്ന ടൺ LNG എന്നിവയാണ് ഇതിൽ ഉൾപ്പെടുന്നത്. മാത്രമല്ല ബിസിനസ് ടുഡേയിൽ നിന്നും പ്രസിദ്ധീകരിച്ച ഒരു റിപ്പോർട്ട് അനുസരിച്ച് ഈ ആഴ്ച ആദ്യം തന്നെ ഹോർമുസ് കടലിടുക്കിലെ ഇന്ത്യൻ കപ്പലുകളെ കുറിച്ചുള്ള വിവരങ്ങൾ മന്ത്രാലയം നൽകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. 22 കപ്പലുകളിൽ അതായത് അവിടെ 22 കപ്പലുകളിൽ LPG LNG അസംസ്കൃത എണ്ണ, മറ്റ് ഊർജ്ജ ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ മറ്റ് ഉപകരണങ്ങൾ, സാധനങ്ങൾ ഇവയെല്ലാം തന്നെ അവിടെ കുടുങ്ങിക്കിടക്കുകയാണ്. 6 LPG ടാങ്കുകൾ, 4 ക്രൂഡ് ഓയിൽ ടാങ്കുകൾ, ഒരു LNG ടാങ്ക്, ഒരു മെക്കാനിക്കൽ ടാങ്ക്, 3 കണ്ടെയ്നർ കപ്പലുകൾ, 2 ബൾക്കായിട്ടുള്ള കാരിയറുകൾ എല്ലാം തന്നെ ഇതിൽ ഉൾപ്പെടുന്നതായി തന്നെ വ്യക്തമാക്കുന്നുണ്ട്. പശ്ചിമേഷ്യയിലെ യുദ്ധത്തെ തുടർന്ന് പ്രതിസന്ധിയിലായ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ഇന്ത്യൻ കപ്പലുകളുടെ സുരക്ഷ യാത്രയ്ക്കായിട്ടാണ് ഇപ്പോൾ യുദ്ധക്കപ്പലുകൾ അവിടേക്ക് അയക്കാൻ ഇന്ത്യൻ നാവികസേന അവിടേക്ക് എത്തുമെന്ന വിവരങ്ങൾ പുറത്തുവരുന്നത്. ഹോർമുസ് കടലിടുക്കിന്റെ ഭീഷണി അല്ലെങ്കിൽ ഇതേ തുടർന്നുകൊണ്ട് അവിടെ നടക്കുന്ന ഭീഷണികളെ ഒന്ന് മയപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. മാത്രമല്ല ഹോർമുസ് കടലിടുക്കിന്റെ ദക്ഷിണ ഭാഗത്തു നിന്നുള്ള ഒമാൻ തീരത്തേക്ക് തീരക്കടലിലാണ് ഇന്ത്യൻ യുദ്ധക്കപ്പൽ വിന്യസിക്കുക. ഇന്ത്യൻ പതാക വഹിച്ചുകൊണ്ടുള്ള കൂടുതൽ ഇന്ധന കപ്പലുകളെ ഇതുവഴി കടന്നുപോകാൻ ഇറാൻ അനുവദിച്ചേക്കുമെന്ന പ്രതീക്ഷയാണ് നാവികസേനയുടെ പുതിയ നീക്കത്തിന് പിന്നിലെന്നും വ്യക്തമാകുന്നുണ്ട്. ഈ അധിക വിന്യാസത്തോടു കൂടി തന്നെ മേഖലയിലെ ഇന്ത്യൻ യുദ്ധക്കപ്പലുകളുടെ എണ്ണം 6-7 വരെയായി തന്നെ ഉയരുകയാണ്. ഈ ആഴ്ച ആദ്യം തന്നെ UAE ഫുജൈറ തുറമുഖത്തു നിന്ന് പുറപ്പെട്ട ഇന്ത്യൻ എണ്ണക്കപ്പലുകളാകട്ടെ ഇന്ത്യൻ യുദ്ധക്കപ്പലിന്റെ അകമ്പടിയോടുകൂടി തന്നെ രാജ്യത്തിന്റെ പടിഞ്ഞാറൻ തീരത്ത് സുരക്ഷിതമായി തന്നെ എത്തിച്ചേർന്നിരുന്നു. ഫെബ്രുവരി 28-ന് ആരംഭിച്ച ഇറാനെതിരെയുള്ള US ഇസ്രായേൽ ആക്രമണം ആഗോള ക്രൂഡ് ഓയിൽ വിതരണത്തിന്റെ 20% കൈകാര്യം ചെയ്യുന്ന നിർണായക സമുദ്രപാതയായ ഹോർമുസ് കടലിടുക്കിനെ ഫലത്തിൽ വലിയ രീതിയിൽ അതവിടെ അടച്ചിട്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഷിപ്പിംഗ് മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് 22 ഇന്ത്യൻ കപ്പലുകളാണ് അവിടെ കുടുങ്ങിക്കിടക്കുന്നതെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.